അപ്പോൾ ഹായ് ഗായ്സ്, വേറൊന്നുമല്ല, സിമ്പിളായിട്ടൊരു കാര്യം പറയാവുന്നതാണ്. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഭയങ്കരമായിട്ട് ഇന്ന് എന്ത് ചെയ്യും, ഇന്ന് എന്ത് കണ്ടൻറ്റ് ചെയ്യും, എന്തിനെക്കുറിച്ച് ചെയ്യുന്ന കൺഫ്യൂസ്ഡ് അടിച്ച് പണ്ടാരടങ്ങി നിൽക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ കുറേ കഴിഞ്ഞ റൂമിലിരുന്ന് വാതിലടച്ച് കുറേ വീഡിയോസൊക്കെ പഴയ ഫോണിൽ എടുക്കുന്നത് അല്ലറ ചിലരൊക്കെ തപ്പിത്തരഞ്ഞ് ഒന്നും കിട്ടാതിരിക്കുക. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, നീ എന്തെങ്കിലും ഇരിക്കണത് ഒന്നും കിട്ടാണ്ടാണോ, എന്നാൽ വാ നമുക്ക് പൂക്കുലലേഹി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പൂക്കുലലേഹി ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഓക്കെ ഗൈസ്, നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങി. കാരണം വേറെ ഒന്നുമല്ല, കുറച്ച് ടൈമിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ പൂക്കുല ചെറിയൊരു പൂക്കുലയാണ്. അപ്പോൾ നമ്മൾ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള നാളികേരം, നല്ല വിളഞ്ഞ നാളികേരം നോക്കിയിട്ട് ഒരെണ്ണം എടുത്തിട്ട് അത് നമുക്ക് അരയ്ക്കണം. അപ്പോൾ അത് ഉമ്മച്ചി ഇപ്പോൾ നാളികേരം ചിരകി ഇനി അരയ്ക്കാൻ പോകണം. അരച്ച നാളികേരത്തിൽ നിന്ന് ഏകദേശം ഒരു ഒന്നാം പാല് നമുക്ക് മാറ്റണം. രണ്ടാം പാൽ ഒരു 500 ml നമ്മൾ വേറെ നമ്മൾ ഈ പൂക്കുലയുടെ ഒപ്പിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതും മാറ്റണം. രണ്ടാം പാൽ ഒരു 500 ml ഏകദേശം വേണ്ടി വരും. ഓക്കെ, ഒന്നാം പാൽ വേറെ മാറ്റി വയ്ക്കും വേണം. നമുക്ക് കുറച്ച് സാധനങ്ങൾ കുറവുണ്ട്, അപ്പോൾ നമ്മളത് മേടിക്കാൻ വേണ്ടി ഒന്ന് വരുന്നത്. ഞാൻ വരന്തരപ്പള്ളിയിൽ ആയുർവേദ കടയിൽ എത്തി അവിടുന്ന് അയമോദകം, ചുക്ക്, കരിപ്പെട്ടി എന്നീ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് പോരുകയാണ്. അപ്പോൾ ആ പൂക്കുലലേഹി ഉണ്ടാക്കാനുള്ള കുറച്ച് അയമോദകം, ശർക്കര, അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വരന്തരപ്പള്ളി പോയതാണ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിൽ പോകാം, ഇതിൻ്റെ ബാക്കി പണികൾ തുടങ്ങാം. കാരണം അധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 4 മണിയാകുമ്പോഴത്തേനും ഓഫീസിൽ പോകണം. അപ്പോൾ അതിന് മുമ്പ് ഇത്ര നേരം ഞാൻ അവിടെ കിടന്നതാണ്. ഉമ്മച്ചിക്ക് വയ്യാട്ടോ, അതുകൊണ്ട് വേണ്ട പറയാം, പനിയാണ്. പക്ഷെ അപ്പോൾ നമ്മൾ ഈ നുറുക്കി വെച്ചിട്ടുള്ള പൂക്കുലയും ഇതിൻ്റെ രണ്ടാം പാൽ ഏകദേശം ഒരു 500 ml അടുത്തുള്ള രണ്ടാം പാലും കൂടെ നമ്മളൊരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിലടിച്ചോട്ടെ. നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ്. നമ്മളത് മൊത്തം ഒഴിച്ച് നന്നായിട്ടൊന്ന് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഏകദേശം ഈ ഒരു പരുവത്തിലാണ്. അപ്പോൾ ഉരുളി ഒരു സൈഡിൽ നമ്മൾ കത്തിച്ച് നെയ്യൊക്കെ ഇട്ട് ഉരുളിയൊക്കെ കത്തിച്ച് നമ്മൾ സെറ്റാക്കി നിർത്തുന്നുണ്ട്. പിന്നെ ശർക്കര നമുക്ക് ഉരുക്കി വെക്കണം. നമുക്ക് ആ ടൈം ആകുമ്പോഴത്തേക്ക് വെള്ളം ചേർത്ത് നമ്മൾ മേടിച്ച കരിപ്പെട്ടി നന്നായിട്ട് ഉരുക്കി വെക്കാം. അപ്പോൾ ഏകദേശം 2-3 വിസിലൊക്കെ കഴിഞ്ഞ് കുക്കർ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ചെറുതായിട്ട് തീ കുറച്ചിട്ടിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചൂടാക്കി എടുക്കാനുണ്ട്. ഇപ്പോൾ ഈ ഏലക്കായ, ഗ്രാമ്പു അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ ചുക്ക്, അയമോദകം, ആ ഐറ്റംസ് അത് ഏകദേശം ഒരു 50 ഗ്രാം അയമോദകം, പിന്നെ 50 ഗ്രാം ഉലുവ ഐറ്റംസും കൂടെ ഇതിൻ്റെ ഒപ്പിട്ട് നമ്മൾ പതുക്കെ ചൂടാക്കി നിൽക്കുന്നുണ്ട്. നമുക്കിത് പൊടിക്കാനുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് ചൂടാവണ വരെ പതുക്കെ ചെറിയ ചൂടിലിട്ട് ചൂടാക്കിയാൽ മതി. ഓവറാവണ്ട, കരിയണ്ട. അതായത് ഒന്ന് ചെറുതായിട്ട് ചൂട് കിട്ടിയാൽ മതി. കാരണം ഓൾറെഡി അതൊക്കെ ഡ്രൈ ആണല്ലോ. അപ്പോൾ അതിന് ഓവർ ചൂട് കൊടുത്ത് നമ്മൾ നശിപ്പിക്കണ്ട. അതിൻ്റേതായ ടെക്സ്ചർ നമുക്ക് കിട്ടണം. നമുക്കിത് പൊടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഓഫാക്കി വെച്ച കുക്കർ ഓപ്പൺ ആക്കിയിട്ട് അതിൽ എയറൊക്കെ കളഞ്ഞതിന് ശേഷം ഈ കാണുന്ന രൂപത്തിലുള്ള ഈ ഐറ്റത്തിനെ ചൂടാറാൻ വെക്കണം. ഇത് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് കോരി എടുത്തിട്ട് നമുക്കിതിനൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ആ ചുക്ക് നമ്മളതിലിട്ട് ഇത് കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നില്ല. അത് കാരണം നമ്മൾ ഒന്നും കൂടെ അതിനെ കല്ലിലിട്ട് ഇടിച്ചതിന് ശേഷം ഒന്നും കൂടെ എടുത്ത് ചൂടാക്കി എടുക്കുകയാണ്. കുരുമുളക് ഇതിലിടണം. ഞാൻ പറയാൻ വിട്ട് പോയതാണ്, കുരുമുളകും കൂടെ ഇതിലിടണം. നമ്മൾ അവസാനം പൊടിയായിട്ട് ഇട്ടേ, നമ്മളത് ഇതിലൊപ്പം ഇടാൻ മറന്നുപോയി. അത് കാരണം ലാസ്റ്റ് നമ്മളത് പൊടിയായിട്ടാണ് നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതിനെ നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേവിച്ച് വെച്ച, അതായത് തേങ്ങാപ്പാൽ രണ്ടാം പാലിൽ വേവിച്ച് വെച്ച ഈ സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യണം, അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടായ ഉരുളിയിലേക്ക് ഏകദേശം ഒരു 50 ഗ്രാം നെയ്യ്, നറുനെയ്യ്, നല്ല നെയ്യ് ഒഴിച്ച് അതിനൊന്ന് മെൽറ്റാക്കി എടുക്കുക. കാരണം നമ്മൾ ഈ അരച്ച് വെച്ച ഈ പൂക്കുലയും തേങ്ങാപ്പാൽ രണ്ടാം പാൽ വെച്ച് അരച്ച് വെച്ച ആ ഇത് അതിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ തിളച്ച് പൊട്ടാൻ തുടങ്ങും. ഇനി തിളച്ച് പൊട്ടണല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടിക്കാത്ത രീതിയിൽ ഇളക്കണം. ആ ടൈമിലാണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് ഇതിൽ മിക്സ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ നേരത്തെ ചുക്ക്, അതുപോലെ തന്നെ അയമോദകം, അതുപോലെ നമ്മൾ കുറച്ച് ഐറ്റംസ് നേരത്തെ ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഐറ്റംസും കൂടെ ഇതിൽ ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യുക. അങ്ങനെ കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം ശർക്കരപ്പാനി എടുത്ത് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഒന്ന് അരിച്ചൊഴിക്കുന്നത് നല്ലതായിരിക്കും, കരടും കാര്യങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് അരിച്ചൊഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം സമയം ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു പരുവാകും. ഈ ഒരു പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇതിലെ വെള്ളത്തിൻ്റെ ആ ഒരു പാകമായി എന്നുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാലും കൂടെ ഇതിൽ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഈ ചെയ്ത പണി ഒന്നും കൂടെ ചെയ്യുക. അതായത് ഇതിനെ വറ്റിച്ചിട്ട് നമുക്ക് ലേഹ്യത്തിൻ്റെ ഒരു കണ്ടീഷനിലേക്ക് എത്തണം. അതുവരെ വേവിച്ചുകൊണ്ടിരിക്കുക.
അത് പതുക്കെ നമ്മൾ ഇളക്കി ഇളക്കി നിൽക്കണം. കുറച്ച് നേരത്തെ പണിയുണ്ട്, കാരണം അത് നമ്മൾ ഇളക്കാണ്ട് ഇത് അടിഭാഗം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇളക്കി ഇളക്കി നോക്കിയേക്കുക. അപ്പോൾ അത് പൊട്ടൽ നിന്ന് കഴിഞ്ഞാൽ അതിന് പാകമായി എന്നാണ് അർത്ഥം. ഈ ഒരു വീർത്ത പൊട്ടൽ എണ്ണ തെളിഞ്ഞ് വന്നു തുടങ്ങിയാൽ, അതായത് അല്ലെങ്കിൽ അതിലുള്ള വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി തീരുന്നതനുസരിച്ച് അതിലെ പൊട്ടൽ നിൽക്കും. ഏകദേശം ഈ ഒരു ലെവലിലേക്ക് വരും. എണ്ണ തെളിഞ്ഞ് പുറത്തേക്ക് എണ്ണ തെളിഞ്ഞ് ഇങ്ങനെ വരും. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അതൊന്ന് നോക്കാം. പിന്നെയും പതുക്കെ പതുക്കെ ഇളക്കുക. ഏകദേശം ഡ്രൈ ആയി, ഏകദേശം ഈ ഒരു ഉണ്ട് അതിൽ എണ്ണ തെളിഞ്ഞിങ്ങനെ വരും. ആ സമയത്ത് നമുക്കത് ഇറക്കി വെച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് ആവശ്യക്കാരാരെന്ന് വെച്ചാൽ അവർക്കത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.